CPM കൗൺസിലർമാർ അവിടേക്ക് എത്തിയത്. കോൺഗ്രസും UDF കൗൺസിലർമാരും അതിന് പിന്തുണ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പേരുമായി തന്നെ മുന്നോട്ട് പോകും, എന്ത് സംഭവിച്ചാലും ഈ പേര് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. ഇത് ഒരു സമവായത്തിലേക്കും എത്തില്ല എന്ന് ഉറപ്പില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പിടിവാശി? ഞാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട് നഗരത്തിലെ ഈ രാജ്യത്തെ രണ്ടായി വിഭജിച്ച പാകിസ്ഥാൻ വിഭജനത്തിന് നേതൃത്വം കൊടുത്ത ജിന്നയുടെ പേരിൽ റോഡ് നാമകരണം ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസുകാർക്കും CPMകാർക്കും ഈ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ച, ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ജിന്നയുടെ പേരിടുന്നതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് അവര് ഒറ്റക്കെട്ടാണ്. അതിനെ മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല ഇത്രയും കാലമായിട്ട്. അപ്പോ ഹെഡ്ഗേവാറിനെ പോലെ ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ദേശസ്നേഹവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ യുവാക്കളുടെ ഇടയിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആവേശവും എല്ലാം നൽകിയ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനാണ് അവർക്ക് വിരോധം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക, ജനാധിപത്യത്തിൽ എന്താ? ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രതിഷേധിക്കാമല്ലോ. അവർക്ക് കൗൺസിൽ ഹാളിനകത്ത് ഈ സംഘർഷം ഉണ്ടാക്കുന്നതിന് പകരം ഈ അജണ്ട വരുന്ന സമയത്ത് ഇതിനെ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടല്ലോ. അവർക്ക് വോട്ടിനിടാൻ ആവശ്യപ്പെടാം, അവരുടെ ശക്തി അവിടെ തെളിയിക്കാം, വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അജണ്ടയെ പരാജയപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാം. അതിന് പകരം പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കൗൺസിൽ ഹാളിനകത്ത് സംഘർഷമുണ്ടാക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്ത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഒരു നിമിഷം, ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, പ്രേക്ഷകരുടെ അറിവിലേക്ക് തത്സമയ ദൃശ്യങ്ങളാണ്. ഇവിടെ നഗരസഭാ അധ്യക്ഷയുടെ മുറിക്കുള്ളിൽ വലിയ സംഘർഷാന്തരീക്ഷമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാണ് നേരത്തെ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നത്. അവിടുത്തെ ജനങ്ങളൊക്കെ കാണുകയാണ്. ഒരു പ്രശ്നത്തെ ഇങ്ങനെയാണോ എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെ കൈകാര്യം ചെയ്ത് ജനാധിപത്യത്തിൽ ശക്തി കാണിക്കാം എന്നതാണോ? ഇങ്ങനെയാണോ ഒരു നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്? ശ്രീ C. കൃഷ്ണകുമാർ, അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, RSSന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല. BJPയിൽ തന്നെ പല നേതാക്കൾക്കും എന്തിനാണ് തിരക്കപ്പെട്ടിങ്ങിന്റെ പേര് ഉദ്ഘാടനത്തിന് മുൻപേ ഇട്ടത് തുടങ്ങി പല ചോദ്യങ്ങൾ BJP RSS നേതാക്കൾ ഉന്നയിക്കുന്നുവെന്ന വിവരങ്ങളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. അങ്ങനെ എല്ലാവർക്കും യോജിപ്പില്ലാത്തൊരു തീരുമാനം ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ ഈ പേര് നൽകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടയിൽ തർക്കമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ഈ കേന്ദ്രത്തിന് നൽകുന്നതിന് ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള BJPയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഇതിനുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും മണ്ഡലം നേതൃത്വവും ഒക്കെ ഒറ്റക്കെട്ടാണ്. പാലക്കാട് നഗരസഭ ഭരണസമിതിക്ക് ഒപ്പമാണ് ഞങ്ങൾ. ഇതില് കോൺഗ്രസിന്റെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അന്ന് കാലത്ത് പ്രോഗ്രാം അലങ്കോലപ്പെടുത്തി, ഉദ്ഘാടന പരിപാടി അലങ്കോലപ്പെടുത്തി, അതിനുശേഷം ഹെഡ്ഗേവാറിന്റെ കോലവുമായിട്ട് നഗരസഭാ ഓഫീസിനകത്തേക്ക് വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. MLA പോലീസ് ജീപ്പിൽ നിന്ന് തടഞ്ഞു നിർത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ അതിന്ന് ഇറക്കിക്കൊണ്ടുപോവാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം പാലക്കാട് മത തീവ്രവാദികളുടെ സമ്മാനിച്ച വിജയമാണ്. ആ വിജയത്തിന് അവരോട് കൂറുകാട്ടേണ്ട ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം പാലക്കാട് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ ഇത്രയും സംഘർഷം. പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിൽ പാലക്കാട്ടെ ജനവിധിയെ ഈ തരത്തിൽ അവഹേളിച്ച് കാണരുത്. അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഞാനും നിങ്ങളെല്ലാം കണ്ടല്ലോ, പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ആദ്യം പ്രകടനം നടത്തിയതും രാഹുൽ SDPIക്കാരാണെന്നുള്ളത് ഞാനും നിങ്ങളെല്ലാം കണ്ടല്ലോ. പാലക്കാട് നിയമസഭാ ഫലം വന്നപ്പോൾ ആദ്യം SDPI പ്രകടനം നടത്തിയത് ഞാൻ കണ്ടില്ല. UDF കേന്ദ്രങ്ങളാണ് ആ വിധിയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രകടനം നടത്തിയത്. അല്ലല്ല, SDPI പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ്. അത് ആദ്യമാണോ എന്ന് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പാലക്കാട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട MLAയുടെ വിജയം മത തീവ്രവാദികളുടെ വിജയമാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ അങ്ങേക്ക് വേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഒരു ജനവിധി ആ തരത്തിൽ അവഹേളിച്ച് പറയുക? വെൽഫെയർ പാർട്ടിയുടെ ആളുകളുമായിട്ടും വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയുടെ ആളുകളുമായിട്ടും SDPI നേതാക്കളുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോകൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതൊക്കെ ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചോദിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുകയും അതിന് മറുപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
അതിനെ UDF ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാം. ഇപ്പൊ SDPI ആഘോഷിച്ചില്ലേ എന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെയല്ല പാലക്കാട്ട് ജനവിധി മത തീവ്രവാദികളുടെ വിജയമാണ് എന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ്. പരസ്യമായിട്ട് SDPIയുടെ വോട്ട് വേണ്ടെന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ തയ്യാറായില്ല? വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ തയ്യാറായോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അന്ന് മുനമ്പം വിഷയത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറായോ രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്താ നിങ്ങളൊക്കെ അത് ബോധപൂർവ്വം നിങ്ങളത് മറക്കുന്നത്? ഇത്തരം വിഷയങ്ങളിൽ വർഗീയ കാർഡ് മാത്രമാണോ എന്തിനും മറുപടി? ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചതുമാണ്. താങ്കൾ നേരത്തെയുള്ള BJPയുടെ പ്രകടനവും അതിന്റെ പ്രതീക്ഷയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ പ്രകടനത്തിന് അടുത്തെത്താൻ പോലും കഴിയാതെ പോയി എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നതിനിടയിലാണ് താങ്കൾ വീണ്ടും ഈ കാർഡുകളൊക്കെ വീണ്ടും ഉന്നയിക്കുന്നത്. BJPയുടെ അടിസ്ഥാന വോട്ടും ആ BJPയുടെ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടും പാലക്കാട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും കണക്ക് വെച്ച് ഞങ്ങൾ അതിൽ നമുക്ക് വേണമെങ്കിൽ സംവാദമാവാം. കൃഷ്ണകുമാർ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത് ഇപ്പോഴും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ തുടർചലനങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്ന് സ്വയം വിളിച്ചു പറയലാണ്. അല്ല, ഈ വിഷയം ആരാ ഉന്നയിച്ചത്? അങ്ങാണ്. ഈ വിഷയം ഉന്നയിച്ചത് അങ്ങാണ്. അങ്ങേക്ക് അത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തുടരെ വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വീണ്ടും അതിൽ കൂട്ടിക്കെട്ടുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാ ഒരു MLA പെരുമാറേണ്ട രീതിയിലാണോ രാഹുൽ മാങ്കൂട്ടത്തില് ഈ ഹെഡ്ഗേവാറിന്റെ വിഷയത്തിൽ പെരുമാറിയത്? പോലീസ് ജീപ്പിനകത്ത് നിന്ന് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടിന്റെ ജനപ്രതിനിധി വരണമെങ്കിൽ RSSനോട് ചോദിക്കണം, അല്ലെങ്കിൽ കൈയും കാലും വെട്ടിക്കളയുമെന്ന തരത്തിൽ പെരുമാറാൻ മാഡത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ കാല് വെട്ടുന്ന ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ മാതൃഭൂമി ചാനലിൽ അത് കോൺഗ്രസ് ഉന്നയിച്ച കാര്യമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാം, അത് അവിടെ നിൽക്കട്ടെ. അല്ലെ, പക്ഷെ അവിടേക്ക് വരണമെങ്കിൽ RSSന്റെ അനുമതി വേണമെന്ന് പറഞ്ഞോ? RSSന്റെ അനുമതി പറഞ്ഞോ? RSSന്റെ അനുമതി വേണമെന്ന് പറഞ്ഞോ? അങ്ങനെ വേണോ? അങ്ങനെ നാട്ടുകാരുണ്ടോ? പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആ സമയത്ത് പ്രസംഗിച്ചല്ലോ, മുഖ്യമന്ത്രിക്ക് പത്തനംതിട്ടയിൽ കാല് കുത്തണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അനുവാദം വേണമെന്ന്. എന്താ നിങ്ങൾ അത് പറയാത്തത്? യൂത്ത് കോൺഗ്രസിന്റെ മറുപടി അങ്ങേക്ക് പറയണമെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. യൂത്ത് കോൺഗ്രസ്സുകാർ പറയേണ്ട മറുപടി പറയണമെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും കാലം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി അതിനുശേഷം നിങ്ങളുടെ നഗരസഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും ഈ പറയുന്ന ജനവിധിയുമായി കൂട്ടിക്കെട്ടണമെങ്കിൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല, അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സ്വയം വിളിച്ചു പറയലാണെന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ല, അന്ന് ആ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച മത തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പിന്നീട് എല്ലാ സംഭവങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത്. ശരി, ആ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം മത തീവ്രവാദികളുടെ സമ്മാനമായിരുന്നു എന്ന അവരുടെ രാഷ്ട്രീയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രയോഗിക്കപ്പെട്ട വർഗീയ കാർഡ്, മറ്റു തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വർഗീയ കാർഡ് നമ്മൾ കണ്ടു. വർഗീയ കാർഡ് എന്നത് അത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധമല്ല, താഴെ വയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആയുധമല്ല എന്ന് പലരും എന്ന വാക്ക് പ്രത്യേകമായി പലരും പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ച, അതിൻ്റെ രാഷ്ട്രീയ ചലനങ്ങളുടെ തുടർച്ച ഹെഡ്ഗേവാർ വിഷയത്തിൽ ഉൾപ്പെടെ ഒളിഞ്ഞും തെളിഞ്ഞും വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ കാണുന്നത് എത്രത്തോളം മലീമസമാക്കുന്നു നമ്മുടെ അന്തരീക്ഷത്തെ ഇത്തരം വർഗീയ കാർഡുകളുടെ കളികൾ, രാഷ്ട്രീയ കളികൾ എന്നതുമൊക്കെ വളരെ പ്രധാനമാണ്.